സൂര്യദേവനെ പ്രണയിച്ച് മരണം കൈവരിച്ച രാജകുമാരിയുടെ കഥ. എന്നും കണ്ണിന് കുളിർമ നൽകുന്ന പാരിജാത പൂക്കൾക്ക് പിന്നിലെ ചില കഥകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഐതിഹ്യപരമായി പ്രാധാന്യമുള്ള സസ്യമാണ് പാരിജാതം അഥവാ പവിഴമല്ലി എന്നറിയപ്പെടുന്ന രാത്രിമുല്ല. രാത്രി വിടരുകയും പകലാകുമ്പോൾ കൊഴിയുകയും ചെയ്യുന്ന പുഷ്പങ്ങളായതിനാലാണ് ഇവ രാത്രിമുല്ല എന്നറിയപ്പെടുന്നത്. ഭാരതീയ പുരാണങ്ങളിൽ സ്വർഗത്തിൽ നിന്നുള്ള പുഷ്പം എന്നറിയപ്പെടുന്ന പാരിജാതം പല നാടോടി കഥകളുടെയും ഭാഗം കൂടിയാണ്. അമൃതത്തിനായി പാലാഴി കടഞ്ഞപ്പോൾ ദേവന്മാർക്ക് ലഭിച്ചതാണ് പാരിജാത വൃക്ഷം എന്നാണ് ഐതിഹ്യം. ദേവേന്ദ്രൻ അത് സ്വർഗത്തിൽ നടുകയും സത്യഭാമയോടൊപ്പം സ്വർഗത്തിലാഗതനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇത് കാണുകയും വിദൂരദേശങ്ങളിൽ വരെ സുഗന്ധം പരത്തുന്ന പുഷ്പങ്ങളുള്ള പാരിജാത വൃക്ഷം ദ്വാരകയിലും വേണമെന്ന് സത്യഭാമ ഭഗവാനോട് ആഗ്രഹം പറഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണൻ പാരിജാതം ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കവേ ദ്വാരപാലകർ തടയുകയും തർക്കമൊടുവിൽ ഭഗവാനും ഇന്ദ്രദേവനും തമ്മിലുള്ള യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തു. വിജയശ്രീ ലാളിതനായ ഭഗവാൻ ശ്രീകൃഷ്ണന് ഇന്ദ്രൻ പാരിജാതം സമ്മാനമായി നൽകി. ദേവവൃക്ഷമായ പാരിജാതം ഭൂമിയിലെത്തിയത് ഇങ്ങനെയെന്ന് ഐതിഹ്യം. നിർമ്മലമായ ഒരു പ്രണയത്തിന്റെ കഥ കൂടി പാരിജാതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂര്യനോട് അത്രമേൽ പ്രണയത്തിലായ പാരിജാത എന്ന രാജകുമാരി തന്നെ വധുവായി സ്വീകരിക്കണമെന്ന് സൂര്യദേവനോട് അഭ്യർത്ഥിച്ചു. ഒരു നിബന്ധനയോടെ സൂര്യൻ അഭ്യർത്ഥന സ്വീകരിച്ചു, ഒരിക്കലും തന്നെ വിട്ടു പിരിയരുതെന്ന്. അത്രമേൽ സൂര്യനെ പ്രണയിച്ച പാരിജാതത്തിന് അത് പൂർണ്ണ സമ്മതമായി. ശേഷം രാജകുമാരിയുമായി പ്രണയത്തിലായ സൂര്യദേവൻ ആകാശം വിട്ട് ഭൂമിയിലേക്ക് വന്നു. ഭൂമി സൂര്യന് അനുകൂലമായ അന്തരീക്ഷമല്ല എന്ന് തിരിച്ചറിഞ്ഞ് സൂര്യൻ മനസ്സില്ലാ മനസ്സോടെ തൻ്റെ വാസസ്ഥലത്തേക്ക് തിരിച്ചുപോയി. ഈ തീരുമാനത്തിൽ ഹൃദയം തകർന്ന് പാരിജാതം സൂര്യനെ പിന്തുടരാൻ ശ്രമിച്ചു. സൂര്യന്റെ ശക്തമായ ചൂടേറ്റ് അവൾ ചാരമാവുകയും ചെയ്തു. ശേഷം ഈ ചാരത്തിൽ നിന്ന് ഒരു വൃക്ഷമായി അവൾ പുനർജനിക്കുകയും ജ്വലിക്കുന്ന ഓറഞ്ച് നിറത്തിലുള്ള വെളുത്ത പൂക്കൾ ആ വൃക്ഷത്തിൽ പൂത്തു തുടങ്ങുകയും ചെയ്തു. സൂര്യനെ ഇപ്പോഴും ഹൃദയത്തിൽ വഹിക്കുന്നതിന്റെ പ്രതീകമായി പാരിജാത പൂക്കൾ പൂത്തുകൊണ്ടേയിരിക്കുന്നു. പാരിജാത പൂക്കൾക്ക് ഇപ്പോഴും സൂര്യകിരണങ്ങൾ താങ്ങാവുന്നതല്ല. പുലർച്ചെ സൂര്യന്റെ ആദ്യ കിരണം എത്തുന്നതിനു മുൻപേ തന്നെ പാരിജാത പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഈ സസ്യം ആയുർവേദ ചികിത്സകളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ്.